നമസ്കാരം. പ്രഗ്നൻസിയിൽ വോമിറ്റിംഗ് ഇല്ലാത്തവർ വളരെ കുറവാണ്. മിക്കവാറും ഉള്ള പേഷ്യൻസിന് പ്രഗ്നൻസി സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും വോമിറ്റിംഗ് ഉണ്ടാവും. ചിലർക്ക് അത് ഒരു 3rd മന്ത് 5th മന്ത് ആകുമ്പോൾ മാറും, ചിലർക്ക് അത് ത്രൂ ഔട്ട് പ്രഗ്നൻസി ഉണ്ടാവും. അപ്പോൾ അതൊരു മെയിൻ ഇഷ്യൂ തന്നെയാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിടത്തോളം ഛർദിയേക്കാളും കൂടുതൽ ഛർദിക്കുള്ള ഗുളിക കഴിക്കാതിരിക്കുന്നതായിരിക്കും ഇഷ്യൂ എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഛർദിയായിട്ട്, അതായത് വോമിറ്റിംഗ് ആയിട്ട് വരുന്ന എല്ലാ പേഷ്യൻസിനും നമുക്ക് പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ടാബ്ലറ്റ്സ് കൊടുത്തു വിടാറുണ്ട്. കാരണം അവർ പറയുന്ന ഫ്രീക്വൻസിയിലുള്ള വോമിറ്റിംഗ് ആയിരിക്കില്ല ആക്ച്വലി അവർക്കുള്ളത്. ചിലപ്പോൾ അതിനേക്കാളും കൂടുതലുണ്ടാവും, ചിലർ കുറച്ചാണെങ്കിലും കൂടുതലായിട്ട് പറയും. അപ്പം മിക്കവാറും പേർക്ക് നമുക്ക് പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റുന്ന ടാബ്ലറ്റ്സ് കൊടുത്തു വിടാറുണ്ട്. പക്ഷെ പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആയതുകൊണ്ട് ടാബ്ലറ്റ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗുളികകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ള ചിന്താഗതി അവർക്ക് വരും. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഛർദിയാണെങ്കിലും അവർ ഗുളിക എടുക്കാതിരിക്കുകയും അത് കാരണം ഛർദി ഒരു ദിവസം 8, 12, 20 പ്രാവശ്യമൊക്കെ ഛർദിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് അവഗണിക്കാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ ഒരു സീരിയസ്നെസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ശരിക്കും അവർക്ക് വീട്ടിൽ നന്നായിട്ട് ഛർദി ഉണ്ടായിരുന്ന പേഷ്യൻ്റാണ്. പക്ഷെ വളരെ റയർലി മാത്രം പേഷ്യൻ്റ് ഛർദി കൂടുതലാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഗുളിക കൊടുത്തിരുന്ന പേഷ്യൻ്റാണ്. പക്ഷേ ഛർദിക്കുള്ള ഗുളിക പേഷ്യൻ്റ് കഴിക്കാറില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ലേബർ റൂമിൽ നിന്ന് കോൾ വരുന്നു. ഒരു പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആണ്, ഏർലി പ്രഗ്നൻസിയാണ്. പക്ഷേ പേഷ്യൻ്റിന് എണീറ്റ് നടക്കാനോ അല്ലെങ്കിൽ കയ്യിൽ ഒരു പേന കൊടുത്താൽ, അല്ലെങ്കിൽ കയ്യിൽ ബലമില്ലാത്തതുപോലെ കയ്യിൽ ഒരു പേന കൊടുത്താൽ പിടിക്കാൻ പറ്റാനോ കഴിയാത്ത അവസ്ഥയിൽ ബാത്റൂമിൽ ഇരുന്ന പേഷ്യൻറ്റിനെ എണീറ്റ് നടക്കാൻ പോലും വയ്യാതെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലേബർ റൂമിൽ പോകുന്നത്. നോക്കിയപ്പോൾ ശരിക്കും പേഷ്യൻ്റ് കോൺഷ്യസ് ആണ്, പേഷ്യൻ്റ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചൊരു ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം പോലെ ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ അതിന് കയ്യിൽ ഞാൻ എൻ്റെ കൈ കൊടുക്കുമ്പോൾ മുറുക്കി പിടിക്കാനോ കാലെടുത്ത് നിലത്ത് വെച്ച് നടക്കാനോ പറ്റുന്നില്ല. അതായത് മസിൽ വീക്ക്നെസ് ആണ് അവിടുത്തെ പ്രശ്നം. അങ്ങനെ ബാക്കി ടെസ്റ്റുകൾ, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോഴാണ് കണ്ടുപിടിച്ചത് പേഷ്യൻ്റ് പൊട്ടാഷ്യം കുറവായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ പൊട്ടാഷ്യം കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേഷ്യൻ്റെ ഛർദി കാരണമാണ്. അത് പേഷ്യൻ്റ് വലിയ കാര്യമാക്കി എടുത്തില്ല. ഛർദി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗുളിക എടുത്തില്ല. ഛർദി കൂടിയിട്ടും ഹോസ്പിറ്റലിൽ വന്ന് ഒന്ന് ഡ്രിപ്പ് അടയ്ക്കുകയോ എന്തെങ്കിലും വൈറ്റമിൻസ് എടുക്കുകയോ ചെയ്തില്ല. അത് കാരണം പൊട്ടാഷ്യം ലോ ആയി. ആ പേഷ്യൻറ്റിന് പിന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് പൊട്ടാഷ്യം സപ്ലിമെൻറ്റ് ചെയ്ത് ഏകദേശം 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ മസിൽ പവർ തിരിച്ചു കിട്ടുകയും നോർമലായിട്ട് എണീറ്റ് നടന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സിവിയർ വോമിറ്റിംഗ് ഓഫ് പ്രഗ്നൻസിയെ പറ്റിയാണ്. അഥവാ അതിനെ നമ്മൾ മെഡിക്കൽ ടേംസിൽ ഹൈപ്പറെമസിസ് ഓഫ് പ്രഗ്നൻസി എന്ന് പറയും. ഹൈപ്പറെമസിസ് എന്ന് പറഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള വോമിറ്റിംഗ് വിച്ച് നീഡ്സ് ഹോസ്പിറ്റലൈസേഷൻ. ഹോസ്പിറ്റലിൽ നമ്മൾ കിടത്തി ഡ്രിപ്പ് ഇടുകയോ ബാക്കി മെഡിസിൻസ് കൊടുക്കുകയോ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതിനെയാണ് നമ്മൾ ഹൈപ്പറെമസിസ് എന്ന് പറയാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹൈപ്പറെമസിസ് വരുമ്പോൾ നിർജ്ജലീകരണം സംഭവിക്കുന്നു. എന്നാൽ അത് മാത്രമാണോ സംഭവിക്കുന്നത്? അല്ല. അതാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ യൂഷ്വലി പ്രഗ്നൻസിയിൽ നമുക്ക് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 5-6 ആഴ്ചയാകുമ്പോഴാണ്. ഒരു 9 ആഴ്ച 8-9 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും അത് നല്ല പീക്കിലെത്തും, ഭയങ്കര ഛർദിയാവും. അത് കഴിഞ്ഞ് ഒരു 70% ആൾക്കാർക്ക് ഒരു 13 ആഴ്ചയാകുമ്പോഴത്തേക്കിന് ഛർദി മാറും. ബാക്കി ഒരു 90% ആൾക്കാർക്കും ഒരു 20 ആഴ്ചയാകുമ്പോൾ, അതായത് 5 മാസം ആകുമ്പോഴത്തേക്കിന് ഛർദി മാറും. പിന്നെ ബാക്കിയുള്ള 10% പേർക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി വോമിറ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ടാബ്ലറ്റ്സ് തരുന്നത് ഡോക്ടേഴ്സാണ്. ഡോക്ടേഴ്സ് അത്രയും കെയർഫുൾ ആയിട്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് മാത്രമേ വോമിറ്റിങ്ങിന് പ്രഗ്നൻസിയിൽ തരുള്ളൂ. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ വോമിറ്റിംഗ് കൂടുതലാണെങ്കിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി ഇതെന്തുകൊണ്ട് ഛർദി പ്രഗ്നൻസിയിൽ വരുന്നു എന്നുള്ളതാണ് അടുത്ത കാരണം ചോദിക്കാനുള്ളത്. ഒന്ന്, മെയിനായിട്ട് പറയുന്നത് നമ്മൾ ഹോർമോണൽ ഇഷ്യൂസ് ആണ്. അതിൽ പ്രഗ്നൻസിയിൽ കൂടുന്ന ഒരു ഹോർമോണാണ് β-HCG എന്ന് പറയുന്ന ഹോർമോൺ. ഇതിന് ഛർദി ഉണ്ടാക്കാൻ ഒരു കാരണമാണ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ വയറ്റിലുള്ള അമ്മമാർക്കും മുന്തിരിക്കൊല പ്രഗ്നൻസി ഉള്ള അമ്മമാർക്കും ഈ HCG എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഛർദിയും കൂടുതലായി കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അമിതമായ അളവ് ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകും. ഈ ഹോർമോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് മസിൽ റിലാക്സേഷൻ. അതായത് നോർമലി നമുക്ക് ഫ്രണ്ടിലേക്ക് കുടൽ വഴി ഫുഡ് മൂവ് ചെയ്യാനായി കുടലിന് ഒരു അനക്കമുണ്ട്. അതിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുക. ആ അനക്കമാണ് ഫുഡിനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാൽ
ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ കാരണം എന്ത് സംഭവിക്കുന്നു, ഈ ഫ്രണ്ടിലേക്ക് ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ചെയ്യുന്നു. സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ കഴിക്കുന്ന ഫുഡ് കൂടുതലായി കുടലിലും വയറിലുമായിട്ട് തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ദഹന പ്രക്രിയ സ്ലോ ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഫുഡ് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ഛർദി ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അന്നനാളിയിൽ നിന്നും വയറിലേക്ക് ഫുഡ് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു സ്ഫിങ്ക്ചർ ഉണ്ട്. സ്ഫിങ്ക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ അടപ്പ് പോലത്തെ ഒരു സാധനം. അത് ബാക്കിലോട്ട് മാത്രമേ, അതായത് അന്നനാളിയിൽ നിന്ന് വയറിലേക്ക് മാത്രമേ ഫുഡിനെ സാധാരണ അലോ ചെയ്യാറുള്ളൂ. പക്ഷെ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ കാരണം ഇത് ചെറുതായിട്ടൊന്ന് തുറന്നിരിക്കുകയും റിലാക്സ് ചെയ്തിരിക്കുകയും അത് കാരണം താഴെ നിന്നും ഫുഡ് മുകളിലേക്ക് അന്നനാളിയിലേക്ക് കയറുകയും അത് നമുക്ക് അസിഡിറ്റി കൂട്ടുകയും അത് കാരണം നമുക്ക് ഛർദി കൂടുതൽ പ്രഗ്നൻസിയിൽ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് മെയിനായിട്ട് കാരണങ്ങൾ പറയുന്നത്. പിന്നെ ഇതല്ലാതെ എന്ത് പറയുന്നുണ്ട്, നമ്മൾ ലിവർ ഡിസ്ഫങ്ഷൻ, അതായത് ലിവറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ, അതായത് പെട്ടെന്ന് ഒരു മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഛർദി കൂടുതലായിരിക്കും. ഓൾറെഡി ലിവറിന് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരാണെങ്കിലും ഛർദി കൂടുതലായിരിക്കും. പിന്നെ മൈഗ്രെയിൻ, മോഷൻ സിക്നസ്, മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾ, അതായത് യാത്ര ചെയ്യുമ്പോൾ ഛർദി വരാറുണ്ട്. മൈഗ്രെയിൻ ഉള്ള ആൾക്കാരാണെങ്കിലും പ്രഗ്നൻസിയിൽ ഛർദി കൂടുതലായിരിക്കും. പിന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഒരമ്മ ആക്സിഡൻ്റലായിട്ട് പ്രഗ്നൻസി ആവുകയാണെങ്കിൽ, അതായത് പ്രതീക്ഷിക്കാതിരുന്ന് വരുന്ന മൈൻഡിൽ അക്സെപ്റ്റ് ചെയ്യാത്തൊരു പ്രഗ്നൻസി ആണെങ്കിൽ അവർക്ക് അതിന് വോമിറ്റിംഗ് സെൻസേഷൻ കൂടുതലായിരിക്കും, വോമിറ്റിങ്ങും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അതായത് അമ്മയ്ക്കോ സഹോദരിമാർക്കോ അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിന് തന്നെ മുന്നത്തെ പ്രഗ്നൻസിയിൽ ഛർദി കൂടുതലായിരുന്നു എങ്കിൽ ഈ പ്രഗ്നൻസിയിലും ഛർദി കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ചെവിയുടെ ബാലൻസിന് പ്രശ്നമുള്ളവരാണെങ്കിൽ ഛർദി കൂടുതലായിട്ട് വരാം എന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ പറയുന്നത് ആർക്കൊക്കെയാണ് ഛർദി കൂടുതലായിട്ട് വരാൻ പ്രഗ്നൻസിയിൽ സാധ്യത കൂടുതൽ. ഒന്ന്, വളരെ യങ് ഏജിൽ പ്രഗ്നൻസി ആവുന്നത്, അതായത് 18-19 വയസ്സിൽ പ്രഗ്നൻ്റ് ആകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വോമിറ്റിംഗ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ഫസ്റ്റ് പ്രഗ്നൻസി, അതായത് ആദ്യമായി ഈ പ്രഗ്നൻസി ഹോർമോണുകൾക്ക് എക്സ്പോസ്ഡ് ആവുമ്പോൾ പെട്ടെന്ന് ഛർദി കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പറയുന്നത് ഞാൻ പറഞ്ഞു, മൈഗ്രെയിൻ, മോഷൻ സിക്നസ് പോലുള്ള അസുഖങ്ങളുള്ളവർക്കോ ലിവർ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്കോ ഈ ഛർദി കൂടുതലായിട്ട് വരാം. അതുപോലെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് വരാം. പിന്നെ ചെവിയുടെ ബാലൻസ് പോയവർക്ക് വരാം. അതുപോലെ തന്നെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരിമാർക്കോ ഛർദി കൂടുതലാണെങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ട്, മുന്തിരിക്കൊല പ്രഗ്നൻസി ആണ് എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിലും പ്രഗ്നൻസി ഈ ഇതിൽ ഛർദി കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ ഞാൻ പറഞ്ഞത്. ഇനി നമ്മളൊരു ഛർദി കൂടുതലായിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഒന്ന്, നാക്ക് ഭയങ്കര ഡ്രൈ ആയിരിക്കും. രണ്ട്, കണ്ണുകൾ കുഴിഞ്ഞ് ഭയങ്കര ആൻഷ്യസ് ആയിട്ടുള്ള ലുക്കായിരിക്കും പേഷ്യൻറ്റിന് വെയിറ്റ് കുറയുന്നുണ്ടായിരിക്കും. മുന്നേ ഒരു വെയിറ്റ് ആയിരുന്നു, അതിൽ നിന്ന് ഒരു 5% കൂടുതൽ വെയിറ്റ് കുറയുന്നുണ്ടാകാം. അതുപോലെ തന്നെ പേഷ്യൻ്റെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും. അവർ ഛർദ്ദിക്കുമ്പോൾ രക്തം തുപ്പി വരുന്നു എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഛർദി കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ BP നോക്കുമ്പോൾ BP ഭയങ്കര കുറവായിരിക്കും, പൾസ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വോമിറ്റിംഗ് ഭയങ്കര കൂടുതലാണ് എന്നുള്ളത്. ഇനി ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ നിന്നും വെള്ളം ഒരുപാട് പോകുന്നുണ്ട് ഛർദ്ദിക്കുന്നത് വഴി. അത് കാരണം നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഛർദ്ദിക്കുന്നത് എത്രത്തോളം ആണോ എന്ന് വെച്ചാലും അത്രത്തോളം വെള്ളം കുടിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കുറയുന്നു. എന്തുകൊണ്ട് വെയിറ്റ് കുറയുന്നു? കാരണം ശരീരത്തിൽ ഫുഡ് കയറുന്നില്ല, ഫുഡ് ദഹിച്ച് ഫുഡ് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ശരീരത്തിന് ആവശ്യമുള്ള എനർജി കിട്ടുന്നില്ല. അപ്പോൾ ശരീരം എന്ത് ചെയ്യും? സ്റ്റാർവേഷൻ വരുമ്പോൾ ശരീരത്തിലുള്ള പ്രോട്ടീനും ഫാറ്റും മെറ്റബിളൈസ് ചെയ്യും. അതിനെ കട്ട് ഡൗൺ ചെയ്ത് അതിൽ നിന്നും എനർജി കണ്ടെത്താൻ ശരീരം ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ പ്രോട്ടീൻ കൂടുതലായി ബ്രേക്ക് ഡൗൺ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കിഡ്നി ഫംഗ്ഷൻ അഫക്റ്റഡ് ആവും. ബ്ലഡ് യൂറിയ, നൈട്രജൻ എന്ന് പറയുന്ന കണ്ടന്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ നമ്മുടെ ഫാറ്റ് മെറ്റബിളൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുകയും അത് യൂറിൻ വഴി പുറത്തേക്ക് പോവുകയും അങ്ങനെയുള്ള പേഷ്യൻസ് ശ്വസിക്കുമ്പോൾ നമുക്കൊരു ടിപ്പിക്കൽ ഒരു അസറ്റോണിൻ്റെ സ്മെല്ല് കിട്ടുകയും ചെയ്യും. ഇത് ശരീരത്തിൽ ഈ കീറ്റോൺ ബോഡീസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അമിതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോധക്ഷയം വരെ വരാനുള്ള സാധ്യതയും അത് മരണത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ആസിഡോസിസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പേഷ്യൻ്റ് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് മാർഗം? പേഷ്യൻറ്റിനെ വീണ്ടും ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതെല്ലാം തടയാനുള്ള നമ്മുടെ മാർഗം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഷുഗർ താഴുന്നു, പ്രോട്ടീൻ കുറയുന്നു, അതുപോലെ തന്നെ
വൈറ്റമിൻസ് പോകുന്നുണ്ട്. നമ്മൾ ഛർദ്ദിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ നിന്നും വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ കെ പോലുള്ള വൈറ്റമിൻസ് ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ദോഷമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത് മാത്രമാണോ കോംപ്ലിക്കേഷൻ? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ നിന്നും സോഡിയം, ക്ലോറൈഡ്, അതുപോലെ തന്നെ പൊട്ടാഷ്യം പോലുള്ള ഇലക്ട്രോലൈറ്റ്സ്, ധാതുക്കൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ തിരിച്ച് സപ്ലിമെന്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഛർദി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആകുക. നമ്മൾ ഡ്രിപ്പ് തരും, അതുവഴി നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് ലോസും വൈറ്റമിൻസിന്റെ ലോസും എല്ലാം നമുക്ക് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പൊട്ടാഷ്യം കുറയുന്നു, സോഡിയം കുറയുന്നു, ക്ലോറിൻ കുറയുന്നു. ഇതെല്ലാം പുറമെ ഇനിയും കുറേ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. എന്താണ്? ഒരുപാട് ഛർദ്ദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തൊണ്ട മുറിയും. ചിലർ പറയാറുണ്ട് തൊണ്ട മുറിഞ്ഞ് രക്തം വന്നു എന്ന്. അത് തിരിച്ച് താഴെ അന്നനാളി വരെ മുറിയാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് ഈസോഫാജിയൽ ടയർ അഥവാ മാലറിവീസ് ടയർ എന്ന് പറയുന്നത്. അതിന് പോരാഞ്ഞിട്ട് വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ നമ്മുടെ തലച്ചോറിനെ വരെ ബാധിക്കത്തക്ക രീതിയിലുള്ള സൈക്കോസിസ് പോലുള്ള പ്രശ്നങ്ങൾ വരാനും, നമ്മുടെ തലച്ചോറിന്റെ ബോധം കംപ്ലീറ്റ് ആയിട്ട് പോയി പേഷ്യന്റ് ഒരു ബോധവും ഇല്ലാത്ത പോലെ സംസാരിക്കും. അതിനെ എൻകഫലോപ്പതി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്റ്റേജിലോട്ട് പോകാനും പേഷ്യന്റ് ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. വൈറ്റമിൻ കെ എന്ന് പറയുന്ന വൈറ്റമിന്റെ നഷ്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് അമിതമായി ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം പ്രഗ്നൻസിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ വായിൽ മുഴുവനായിട്ട് അൾസർ, വയറിൽ കുടലും ഒക്കെ അൾസർ. ഇതുപോലെ തന്നെ കുടലിൽ ഓൾറെഡി അൾസർ ഉള്ളവർ, അതായത് പെപ്റ്റിക് അൾസർ ഡിസീസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇതുപോലെ ഛർദി കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നതിന് മുന്നേ ഇതെന്താണ് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യുക. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത സ്മെല്ല് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഫുഡെല്ലാം കുറയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ചിലർക്ക് കുക്ക് ചെയ്യുന്നതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർ കുറച്ച് നാളത്തേക്ക് കുക്കിങ്ങിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ചിലർക്ക് ചായയുടെ മണം, കോഫിയുടെ മണം, ഫിഷിൻ്റെ മണം അങ്ങനെ ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർന്ന് വരുന്ന ഒരു സാധനമാണ് നോസിയ, അതായത് ഓക്കാനം. അതുപോലെ തന്നെ വായിൽ തുപ്പൽ കൂടുതലായിട്ട് വരിക, ചില സ്മെല്ല് പറ്റാതെ വരിക, അങ്ങനെയുള്ളതെല്ലാം ഇതിൻ്റെ കൂടെ, ചില ടേസ്റ്റ് പറ്റാതെ വരിക, ഇതെല്ലാം ഈ ഛർദിയുടെ കൂടെ ചേർന്ന് വരുന്നൊരു ഭാഗമാണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മീൽസ്, അതായത് എവറി 2 hours ഒരു ഫുഡ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ കുറച്ച് അളവിൽ കഴിക്കാൻ നോക്കുക. കാരണം വയർ ഒഴിഞ്ഞിരുന്നാലും വയറിൽ ഫുൾ സ്റ്റൊമക്ക് ആണെങ്കിലും നമുക്ക് ഛർദി കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം രണ്ടും ചെയ്യാൻ പാടില്ല. അതിനനുസരിച്ച് ഫ്ലൂയിഡ് സപ്ലിമെന്റ് ചെയ്യുക. വെള്ളം പോകുന്നു എന്ന് വിചാരിച്ച് വെള്ളം ഇരിക്കാതിരിക്കുക. എപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം 1 മണിക്കൂറിൽ ഉള്ളിൽ ചെല്ലത്തക്ക രീതിയിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കുക. ഒഫെൻസീവായിട്ടുള്ള സ്മെല്ല് അവോയ്ഡ് ചെയ്യുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ പോയി കിടക്കുന്നത് അവോയ്ഡ് ചെയ്യുക. നമ്മൾ തൈറോയിഡൊക്കെ എപ്പോഴും ടെസ്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. യൂഷ്വലി ഏർലി പ്രഗ്നൻസിയിൽ ഛർദി കൂടുതലായിട്ടുള്ളവർക്ക് തൈറോയിഡ് ടോക്സിക്കോസിസ്, അതായത് TSHന്റെ അളവ് ഭയങ്കരമായി കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നോർമലി ഒരു 20 weeks എത്തുമ്പോൾ അത് നോർമലായിട്ട് വരും. അത് നമ്മൾ ജസ്റ്റേഷണൽ തൈറോടോക്സിക്കോസിസ് ഇൻ പ്രഗ്നൻസി എന്നാണ് പറയുക. അത് ഹാംഫുൾ അല്ല. പക്ഷെ നമ്മളത് 20 weeks ആകുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അത് നോർമലാണ് എന്ന് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ, പിന്നെ എപ്പോഴും ഛർദി കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ ടാബ്ലറ്റ്സ് കഴിക്കാൻ ശ്രമിക്കുക. ഫുഡിൻ്റെ കാര്യം പലരും ചോദിക്കാറുണ്ട്, എങ്ങനത്തെ ഫുഡ് കഴിക്കണം? ഒരുപാട് സ്പൈസി, ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക. ഒരുപാട് ഫാറ്റ് കണ്ടന്റ് ഉള്ള, ഒരുപാട് മധുരം കൂടുതലുള്ള ഫുഡ് കുറയ്ക്കുക. പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള, മധുരം കുറവുള്ള ഫുഡ്, അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് കുറവുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണോ അത് തന്നെ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ സ്റ്റാർട്ടിങ്ങിൽ ചിലർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റിയില്ല, വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റിയില്ല, പാല് കുടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അതൊക്കെ ഒരു 20 weeks കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഛർദി, ഓക്കാനും എല്ലാം മാറും. പിന്നെ പറയുന്നത് സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഫാമിലിയിൽ നിന്ന് എപ്പോഴും ആ പേഷ്യൻ്റ് ഒരു സപ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ അൺവാണ്ടഡ് പ്രഗ്നൻസിയാണ്, ആക്സിഡൻ്റലി പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ ഉടനെ പ്രഗ്നൻ്റ് ആയ ഒരാളാണ്, ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുക. ദാറ്റ് വിൽ ഇംപ്രൂവ് എ ലോട്ട്. അതൊരു വളരെയധികം മെഡിക്കേഷന് പകരം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മെഡിക്കേഷൻസ് ആണ്. മെഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ്. സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ പ്രഗ്നൻസിയിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ മെഡിസിൻസിലും നിൽക്കുന്നില്ല, മെഡിസിൻസ് കഴിച്ചിട്ടും വീണ്ടും ഛർദി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ വരണം. ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ ഡ്രിപ്പിടും, അതിൽ നമ്മൾ വൈറ്റമിൻസ് സപ്ലിമെൻറ്റ് ചെയ്ത് തരും. ഇലക്ട്രോലൈറ്റ്സ് അതിനകത്തുണ്ട്, അതായത് സോഡിയം, പൊട്ടാഷ്യം, ക്ലോറൈഡ് പോലത്തെ ഇലക്ട്രോലൈറ്റ്സ് അതിനകത്തുണ്ട്. അത് വരുന്ന കാരണം നിങ്ങൾക്ക് വേറെ കോംപ്ലിക്കേഷൻസ് വരുന്നത് നമുക്ക് തടയാം.
ചിലപ്പോൾ ഭയങ്കര സിവിയർ വോമിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഭക്ഷണം കൊടുക്കാതെ വയറിന് റെസ്റ്റ് കൊടുത്ത് ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് പതിയെ നമുക്ക് ഫ്ലൂയിഡ് ഇട്ട് റെഡിയാക്കിയതിന് ശേഷം പിന്നെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരാം. അങ്ങനെയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ പ്രസവം അല്ലെങ്കിൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരു നിസ്സാര കാര്യമായിട്ട് എടുക്കാതിരിക്കുക. കാരണം അതിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും നമ്മൾ കോംപ്ലിക്കേഷൻസ് വരുന്നത് തടയുക എന്നുള്ളതാണ്. പലരും യൂട്യൂബിലും വീഡിയോസിലും ഒക്കെ ഇപ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആന പ്രസവിക്കുന്നില്ലേ, അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണോ മനുഷ്യൻ്റെ പ്രസവം അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രഗ്നൻസി? യെസ്, അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് മനുഷ്യൻ്റെ പ്രഗ്നൻസി. കാരണം ആനയ്ക്ക് ചിരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉള്ള കഴിവില്ല, പക്ഷെ മനുഷ്യന് ദൈവം അത് കൊടുത്തിട്ടുണ്ട്. 2 കാലിൽ നടക്കാനുള്ള കഴിവും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾക്ക് ജീവികളെക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് മനുഷ്യൻ്റെ പ്രഗ്നൻസിയും ഡെലിവറിയും എല്ലാം. നമുക്ക് ജീവികളുടെ ജീവൻ പോലെ ഉള്ളതല്ല മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത്. നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ സീരിയസ് ആയിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഇനി മുതൽ വോമിറ്റിംഗ് കൂടുതലാണെങ്കിൽ ഡോക്ടേഴ്സ് തരുന്ന ടാബ്ലറ്റ്സ് കഴിക്കുക, ഡോക്ടേഴ്സിനെ ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക. കഴിച്ചിട്ടും നിങ്ങൾക്ക് വോമിറ്റിംഗ് മാറുന്നില്ല എന്നാണെങ്കിൽ പറയുക, ചിലപ്പോൾ ടാബ്ലറ്റ്സ് മാറ്റി തന്നാൽ മാറും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഏതാണെങ്കിലും കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. നന്ദി, നമസ്കാരം.